ഹലോ, ഞാൻ ഫറ. കുറേ ആയല്ലേ ലോങ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ ഇതൊരു സ്റ്റിക്കർ ബുക്ക് മേക്കിംഗ് വീഡിയോ ആണ്. ഇത് A3 സൈസ് ഷീറ്റിലെടുത്ത പ്രിൻസ് ആണ്. അങ്ങനെ ഒരു 4 ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ബ്രൗൺ കവർ പേപ്പർ നമുക്ക് എടുത്തു വെക്കാം, കാരണം ജേർണലൊക്കെ ചെയ്ത ടൈമിൽ ഇതിനാണ് ഇവിടെ ക്ഷാമം. ഇതൊക്കെയാണ് ഞാൻ എടുത്ത പ്രിൻസ്. പിന്നെ പിൻട്രസ്റ്റിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ക്യാൻവയിൽ എഡിറ്റ് ചെയ്തിട്ട് പ്രിൻറ്റിങ് ഷോപ്പിൽ കൊടുത്തിട്ട് സ്റ്റിക്കർ പ്രിൻ്റാണ് ഞാൻ എടുപ്പിച്ചത്. ഇത് എനിക്ക് ഒരു ഷീറ്റിന് 50 റുപ്പീസാണ് ആയത്. ഇനി നമുക്ക് മെയിൻ ടാസ്കിലേക്ക് പോകാം. ഇതൊക്കെ കട്ട് ചെയ്യണം. ഇത് ഇത്തിരി ടൈം കൺസ്യൂമിങ് പരിപാടിയാണ്, പക്ഷെ അവർ ഓൺ സ്റ്റിക്കർ ബുക്കിന് വേണ്ടിയിട്ടല്ലേ, അപ്പം അങ്ങോട്ട് ചെയ്യാം. ഇടയ്ക്ക് നല്ലൊരു മഴ പെയ്തു, അപ്പം മൊത്തത്തിൽ അങ്ങ് ഇരുട്ടെ. അപ്പം നമുക്ക് ലാമ്പ് ഓൺ ചെയ്തിട്ട് ബാക്കി പണിയെടുക്കാം. ഇത് വാഷി ടേപ്സിൻ്റെ പ്രിൻ്റാണ്. ഇതും ഞാൻ സ്റ്റിക്കർ പ്രിൻ്റ് തന്നെയാണ് എടുത്തത്. ഇത് മൊത്തത്തിലങ്ങ് റോൾ ചെയ്തതിന് ശേഷം അറ്റത്ത് വെച്ച് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വാഷി ടേപ്സ് റെഡിയാണ്. അങ്ങനെ വാഷി ടേപ്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ കട്ട് ചെയ്ത വാഷി ടേപ്സ്. ഇനി ഇതൊക്കെ നമുക്ക് ബോക്സിൽ ഇട്ടേക്കാം. ഞാൻ ഇതിന് മുന്നും കുറച്ച് വാഷി ടേപ്സ് പ്രിൻ്റ് എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് സ്റ്റിക്കർ അല്ലായിരുന്നു. ഇതിപ്പോൾ കട്ട് ചെയ്തതിനേക്കാളും കൂടുതലുള്ളത് വേസ്റ്റാണ്. ഞാനിവിടെ ക്യാമലിൻ്റെ ഒരു നോട്ട്ബുക്കാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു നോട്ട്ബുക്ക് എന്ന രീതിയിൽ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഒരു എളുപ്പപ്പണിക്ക് 30 രൂപേൻ്റെ ഒരു 100 പേജിൻ്റെ നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ സെല്ലോ ടൈപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെയാണ് കട്ട് ചെയ്തത്. ജസ്റ്റ് ഒന്ന് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കുന്നത്. പീൽ ചെയ്തിട്ട് വെക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടി കൺവീനിയൻറ്റ്. നമുക്ക് ആവശ്യത്തിന് ടൈമിൽ പീൽ ചെയ്തെടുത്താൽ മതിയല്ലോ. അങ്ങനെയാണ് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച എല്ലാ സ്റ്റിക്കേഴ്സും ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ബുക്കിൻ്റെ കവറിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ബൈൻഡിങ് പേപ്പർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു നല്ലൊരു ബ്രൗൺ പേപ്പർ എടുത്തിട്ട് നമ്മൾ സാധാ ബൈൻഡ് ചെയ്യുന്നത് പോലെ ബൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് പേജ് ഞാൻ അതിലേക്ക് ചേർത്ത് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് പേജ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വാഷി ടേപ്സും കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് സ്റ്റിക്കർ ബുക്ക് എന്ന് എഴുതിയിട്ട് അതവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ഇത് നമുക്ക് സ്റ്റിക്കർ ബുക്കിൻ്റെ ഫ്ലിപ്പ് ത്രൂ കാണാം. ഇതൊക്കെ ലാസ്റ്റ് മടികാരനെ കട്ട് ചെയ്യാതെ വെച്ചിട്ട് ബുക്കിൻ്റെ അകത്ത് തന്നെ വെച്ചതാണ്. ആവശ്യാനുസരണം നമുക്കത് എടുക്കാം. അങ്ങനെ ഇതാണ് എൻ്റെ സ്റ്റിക്കർ.